ഇവിടെ ഞാൻ ഈ ലോകത്ത് ഒരുപക്ഷെ വീട്ടുകാർ പറയണ അമ്മ പറയണ ഗ്രാൻഡ് പേരൻസ് പറയണ കസിൻസ് പറയുന്ന പോലെ സ്വന്തം ജാതിയിൽ സ്വന്തം മതത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ സംഭവിക്കത്തില്ലാത്ത ഒരു കാര്യം, അത് നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം സംഭവിച്ചൊരു കാര്യം. ഇത് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തതല്ല, എൻ്റെ നീ വന്നതിന് ശേഷം എൻ്റെ മരണം വരെ ഒരുപക്ഷെ. അതിന് പറയണമെങ്കിൽ ഇപ്പം എൻ്റെ ഈ 30ാമത്തെ വയസ്സ് നിൽക്കുമ്പം ഒരുപക്ഷെ എൻ്റെ 30 വയസ്സിൻ്റെയും എന്താ പറയണേ, നമ്മളൊരു വലിയ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് 10 മിനിറ്റ് കൊണ്ട് പോയിട്ടൊരു കഥ പറയൂലേ, അതുപോലെ പറയേണ്ടത്. അങ്ങനെ പറയുകയാണെങ്കിൽ അച്ഛൻ്റെ കാര്യം പറയേണ്ടത്, അച്ഛൻ്റെ അമ്മ. എനിക്കൊരു ഓൾമോസ്റ്റ് ഒരു 1.5 വയസ്സ് 2 വയസ്സുള്ളപ്പോഴാണ് തോന്നുന്നു അവർ സെപ്പറേറ്റ് ആവാം. ആ സമയത്ത് എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. അച്ഛൻ്റെ ഒരു സ്പേസ് പോകുമ്പോൾ എനിക്കത് മിസ് ചെയ്തിട്ടില്ല, മിസ് ചെയ്ത കാര്യമില്ല. കാരണം ഞാൻ അങ്ങനെ കണ്ട ഓർമ്മയൊന്നും എനിക്കില്ല. പിന്നെ എനിക്ക് ഓർമ്മ വെച്ച് ഞാൻ എൻ്റെ 1ാം ക്ലാസ് 2ാം ക്ലാസ്സൊക്കെ ഓർമ്മ നോക്കുമ്പോൾ അച്ഛനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത് നെഗറ്റീവ് കാര്യങ്ങളാണ്. അമ്മയും അച്ഛനും ഒക്കെ, പിന്നെ കസിൻസും ഞാൻ വളരെ റെയറായിട്ട് 1-2 പേര്, പിന്നെ അത്യാവശ്യം ഞങ്ങളുടെ വീടറിയാവുന്ന കുറച്ച് നാട്ടുകാരൊക്കെ പറയണത് വളരെ നെഗറ്റീവായിട്ട് കാര്യങ്ങളാണ്. ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്നിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് കയറുമ്പോൾ അച്ഛനോടുള്ള ദേഷ്യവും വെറുപ്പും ചെറുപ്പം തൊട്ട് തന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്ത ഒരാള് എൻ്റെ അച്ഛനാണ്. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ നീ വരുന്നതിന് മുമ്പ് വരെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എന്താ പറയണേ, വീട്ടിലെ അറ്റ്മോസ്ഫിയർ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞ എനിക്ക് വേണ്ട ഒരു എന്താ പറയുക നേർവഴിയോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അത് പറയുന്നുണ്ട്. അത് കൂടുതലും പറയുന്നത് അരുത് എന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, അങ്ങനെയാണ്. അങ്ങനെ ലൈഫ് പോണു. അപ്പൊ ആ സമയത്ത് അച്ഛൻ മെന്റലി ഭയങ്കര ബുദ്ധിമുട്ടാന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. അപ്പൊ ആ സമയത്ത് അതിന്റെ ഇതൊന്നും എനിക്കറിയില്ല, അതിനുള്ള പ്രായമൊന്നുമില്ല. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ ഞാൻ കുസൃതിയെ കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് പുറത്തുള്ളവരല്ല, വീട്ടിലുള്ളവരെന്നെ പറഞ്ഞിട്ടുണ്ട്, അച്ഛന്റെ പേര് പറയണ്ടല്ലോ പറയണേ, അച്ഛന്റെ അസുഖത്തിന്റെ പേര് പറഞ്ഞ അവന് ഭ്രാന്തല്ലേ, അവന്റെ മോനല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു ശരിയായിരിക്കാം, അങ്ങേർക്കുള്ള ഭ്രാന്തായിരിക്കാം എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ഇത് കേട്ടോണ്ട് അമ്മ നിന്നിട്ടുണ്ട് കുറെ അധികം. എന്റെ മനസ്സത്ര അന്ന് സമയത്ത് കേൾക്കുമ്പോൾ ഒന്നും വേദനിച്ചിട്ടില്ല, കാരണം എനിക്കതിനുള്ള പ്രായമുള്ളതായിരിക്കാം. പക്ഷെ ഇത് മനസ്സിലെ ഇത് പതിച്ചിട്ടുണ്ട്. എന്റെ ലൈഫ് ഞാൻ പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. ഈ ഷോ ഒരു പക്ഷെ നമ്മുടെ സേവ് ദ ഡേറ്റ്, നമ്മുടെ കല്യാണം ഒക്കെ ആയപ്പോ ഒരു പക്ഷെ അജു ദേവിന് മക്കളെ തരുവാണെങ്കിൽ അപ്പൊ നമ്മുടെ മക്കള് അല്ലെങ്കിൽ അവരുടെ മക്കള് പറയാൻ, ഞാൻ ഒരിക്കലും അവരോട് പറയില്ല എന്റെ ലൈഫ് ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഇങ്ങനെയാണ് വന്നതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പൊ അവരോട് പറയാൻ, അവരെ കാണിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഇത് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വേറെ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്. ഞാൻ പറഞ്ഞു, എനിക്ക് എല്ലാത്തിനോടും വെറുപ്പാണ്. എനിക്ക് ടിപ്പിക്കൽ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം, ജാതി, മതം, പ്രാർത്ഥന എന്ന് പറയുന്നതൊക്കെ എനിക്ക് വെറുപ്പാണ്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടേക്കുന്നത് ഇതെല്ലാം കപടമായിരുന്നു എന്നാണ് ഞാൻ കണ്ടത്. എൻ്റെ അനുഭവമാണ്. എൻ്റെ അനുഭവത്തെ ചോദ്യം ചെയ്യാൻ ഈ ലോകത്തോ ഒരാൾക്കും പറ്റില്ല. അതുകൊണ്ട് ഞാൻ അത്രയേറെ വെറുത്തിട്ടുണ്ടായി. എൻ്റെ സ്കൂൾ, കോളേജ്, എല്ലാ ജീവിതവും കഴിയുമ്പോഴും ഞാൻ ഈ കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ ശരിക്കും അച്ഛനെയും ആ വീടിനെയും ശമിച്ചിട്ടുണ്ട്. ഞാൻ കെട്ടങ്ങളുടെ അപ്പുറം വാക്കുകൾ അമ്മയും കേട്ടിട്ടുണ്ട്. അപ്പോ ഇതുവരെ എൻ്റെ മനസ്സിൽ ഒരുപക്ഷെ മാതാപിതാക്കന്മാരാൽ അല്ലെങ്കിൽ ഈ ജാതി കൊണ്ടും മതം കൊണ്ടും ജീവിതം നശിച്ചു പോയ ജീവിച്ചിരിക്കുന്നതിൽ ഒരു ഉദാഹരണം എൻ്റെ അമ്മയും, മരിച്ചുപോയ ഒരാളിൽ ഉദാഹരണം എൻ്റെ അച്ഛനുമായിരിക്കും. ഞാൻ സ്കൂൾ കോളേജ് ജീവിതം കഴിയണു. ഞാൻ നിന്നെ കണ്ടുമുട്ടി കല്യാണം കഴിക്കുന്നു. ആ സമയത്താണ് അച്ഛൻ
അച്ഛൻ്റെ അമ്മയ്ക്ക് കാണണമെന്ന് പറഞ്ഞ് എന്നെ വിളിക്കണേ. അമ്മച്ചിയെ കണ്ടു. അപ്പൊ ചാച്ചൻ വന്നിട്ട് പറഞ്ഞു അപ്പുറ റൂമിൽ അപ്പറുണ്ട്, നിന്ന് വരാൻ പറഞ്ഞു. അപ്പൊ പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എൻ്റെ മൈൻഡിൽ അപ്പനോടുള്ള ഒരു രൂപം തന്നെ വേറെയാണ്. ഞാൻ അപ്പൻ്റെ അടുത്ത് ചെന്നപ്പോൾ അപ്പം ചാച്ചൻ മുരടാ നിന്റെ മോൻ വന്നേക്കുന്നു, 27 വർഷത്തിന് ശേഷമാണ് അത് കേട്ടത്. അപ്പനെ എന്നെ കാണാൻ ഇറങ്ങി വന്നില്ല. അപ്പം പറഞ്ഞു എനിക്കാരെയും കാണണ്ട എന്നും പറഞ്ഞ റൂമിൽ തന്നെ ഇരുന്നു. അപ്പം എനിക്ക് ദേഷ്യം കൂടി. ഞാൻ അവിടെ നിന്ന് പോയി. അമ്മച്ചും ചാച്ചന്മാരെ കണ്ട് ഞാൻ പോയി. പിന്നെ അതിന് ശേഷമാണ് കല്യാണം കഴിക്കണേ. അപ്പം നിന്നെ രജിസ്റ്റർ ചെയ്തു, ഇപ്പൊ റിസപ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആ റിസപ്ഷന് വേണ്ടിയിട്ട് ചാച്ചന്മാരെ ഞാൻ വിളിച്ചു. ചാച്ചന്മാരും എല്ലാവരും വരണമെന്ന് പറഞ്ഞു. ചാച്ചന്മാരെന്നെ പറഞ്ഞു നീ അപ്പനെ വിളിക്കാൻ പോകും. അപ്പൊ ഞാൻ പറയാൻ വിളിക്കൂല. ചാച്ചന്മാർ വരുമ്പോൾ പറ്റുമെങ്കിൽ ചാച്ചന്മാർ വന്നാൽ മതി. അതുകൊണ്ട് ചാച്ചന്മാരും വന്നില്ല. അപ്പനെ വിളിക്കാത്തതുകൊണ്ട് അവരെ വിളിച്ചാൽ ചിലപ്പോൾ അപ്പം വരില്ലായിരിക്കും. അവരാരും വന്നില്ല. അതെല്ലാം കഴിഞ്ഞ് സായിച്ചാച്ചന് എന്നോട് ദേഷ്യമൊക്കെയായിരുന്നു വരാത്തോണ്ട്, ഞാൻ വിളിക്കാത്തോണ്ടൊക്കെ. അതിന് ശേഷം അപ്പോഴുള്ള വെറുപ്പ് പിന്നെ എനിക്ക് കൂടി, ദേഷ്യമായി. പിന്നെ നീയാണ് എന്നോട് പറയണേ അപ്പൻ എങ്ങനെ ആയിരുന്നു, അപ്പൻ എന്തായിരുന്നു. നീ പറയുമ്പോഴാണ് ഞാൻ അറിയണേ, നീ വഴി ചാച്ചന്മാർ പറയുമ്പോഴാണ് ഞാൻ അറിയണേ എൻ്റെ അപ്പൻ പഠിപ്പിൽ ടോപ്പിസ്റ്റായിരുന്നു, അപ്പൊ പഠിക്കാൻ ബുദ്ധിയായിരുന്നു ഞാൻ അറിയണേ. ഞാൻ ഈ നിമിഷം വരെ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടില്ല എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം. പക്ഷെ നീ ചോദിച്ചിട്ടുണ്ട്. നീ അമ്മയോട് ചോദിച്ചും ചാച്ചന്മാരോട് ചോദിച്ചും ആന്റിമാരോട് ചോദിച്ചും ബാക്കി എല്ലാവരോടും ചോദിച്ചു. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഓർത്തു എന്നാൽ എൻ്റെ മനസ്സിലുള്ള അപ്പൻ്റെ മുഖച്ഛായ മാറ്റാൻ വേണ്ടി നീ പറയുന്നതായിരിക്കും എന്നൊക്കെ ഞാൻ ആദ്യം ഓർത്തു. അങ്ങനെ അപ്പനെ കാണാൻ വേണ്ടി, അപ്പൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അപ്പൻ അൺകോൺഷ്യസ് ആയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ, ന്യൂമോണിയ കൂടി കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ നീ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. നീ എന്നെയും അമ്മേനെയും ഒക്കെ കൂട്ടി നമ്മൾ 3 പേരോട് അപ്പനെ കാണാൻ വേണ്ടി പോകും. 28 വയസ്സിനിടയ്ക്ക് അപ്പന്റെ മുഖം എനിക്ക് ഓർമ്മയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിക്ചർ മാത്രമേ ഉള്ളൂ. ഒരു ട്യൂബൊക്കെ ഇട്ട് കോൺഷ്യസ് ആണ്, എന്നാൽ അത്രയല്ല, കണ്ണൊന്നും തുറക്കാതെ കിടക്കുന്ന അപ്പൻ. അന്നും എനിക്ക് അത്ര വലിയ വിഷമവും തോന്നിയില്ല. എന്നെ നോക്കാത്ത ഒരാള്, എൻ്റെ അമ്മയെ നോക്കാത്ത ഒരാള്, പുള്ളിയുടെ ലക്ഷ്യങ്ങളും പുള്ളിയുടെ സ്വപ്നങ്ങളും നേടിയില്ല എന്നും പറഞ്ഞിട്ട് പുള്ളി അങ്ങോട്ടോ പോയി എന്ന് വിചാരിച്ചാണ് ഞാൻ. അപ്പം മരിക്കുന്നു, നിനക്ക് വരാൻ പറ്റില്ല, നിന്ന് ഷൂട്ടില്ല. അതൊരു പിറ്റേ ദിവസം തന്നെ അവർ പറഞ്ഞു അടക്കം പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനും അമ്മയും പോയി എല്ലാം കഴിഞ്ഞപ്പം അവസാനത്തെ ഉമ്മ കൊടുക്കണമല്ലായിരുന്നു. ഉമ്മ പോയി കൊടുത്തു. ചാച്ചൻ പറഞ്ഞു നീ വന്ന് കൊടുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉമ്മ കൊടുക്കുന്ന സമയത്തൊന്നും എനിക്ക് വലിയ ഒന്നുമില്ല. ഞാൻ കൊടുത്ത് എഴുന്നേക്കുന്ന സമയത്ത് ഒരു നമുക്ക് എർത്ത് ഫീൽ ചെയ്യും. ആ സമയത്താണ് ഞാൻ അപ്പൻ്റെ മുഖത്ത് ശരിക്കും നോക്കുന്നത്, അല്ല ഞാൻ കണ്ണടച്ചിട്ടാണ് കൊടുക്കുന്നത്. എനിക്ക് അത് കഴിഞ്ഞ് എനിക്ക് മകനുണ്ടായി. അവൻ അവന്റെ ഓരോ മൂവ്മെന്റ് ഞാൻ കണ്ട്. അവന്റെ ഓരോ മൂവ്മെന്റ് കാണുമ്പം ആണ് മനസ്സിലാവണത് എനിക്ക് അച്ഛനെന്തോ മിസ് ചെയ്തു, പക്ഷെ അങ്ങേർക്ക് എന്നെ എന്തൊരു മിസ് ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും അമ്മയ്ക്ക് എന്തൊരു മിസ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. നെഗറ്റീവ് ഒരു മുഖമുള്ള അച്ഛൻ, എൻ്റെ മുമ്പിൽ ഒന്നുമില്ലാത്തൊരച്ഛൻ, എൻ്റെ മുമ്പിൽ വെറും സീറോ അച്ഛൻ. മുടവതി വീട്ടിൽ മുടവൂരിൽ MC ചാക്കോയുടെ മകൻ MC എൽദോസ് എൻ്റെ അപ്പനാന്ന് ഒരു കാലത്ത് പറയാൻ എനിക്ക് നാണമായിരുന്നു, എനിക്ക് അപമാനമായിരുന്നു. അത് മാറ്റിത്തന്നത് നീയാണ്. ഇന്ന് അപ്പൻ്റെ, എൻ്റെ മനസ്സിൽ അപ്പനൊരു സ്ഥാനം, ഒരു ഹീറോ പരിവേഷം തന്നത് നീയാണ്. എനിക്ക് തോന്നണ അനടാ ആദ്യമായിട്ട് എന്റെ മുമ്പിൽ നിന്ന് നിനക്ക് അറിയുന്നല്ലേ. ഞാൻ കണ്ടിട്ടേ ഇല്ല നിനക്ക് അറിയുന്നത്. ഈ അപ്പന്റെ പേരും പറഞ്ഞോണ്ട് നമ്മൾ ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട്. എനിക്ക് അപ്പനെ കുറിച്ച് അങ്ങനെ അറിയത്തൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് അപ്പന്റെ മോനാന്ന് പറയുമ്പോ.
അപ്പന്റെ പേരെടുത്ത് പറയുമ്പോ ഇത്രയും വർഷമായിട്ടാണ് അപ്പന്റെ പേര് എവിടെയും പറയില്ലായിരുന്നു. ഞാനും പക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചു. നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു കുറവാണെന്നല്ലേ, ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. ഞാൻ അവനോട് എപ്പോഴും എന്നോട് വഴക്കിടുന്നത് അതിന്. കുറച്ചു നേരം നന്നായി സംസാരിക്കും, കുറച്ച് കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ തമ്മിലുള്ള ആ ഒരു അനുകൊണ്ട് അങ്ങനെ ഒന്നും പറയാറില്ല. അനുകൊണ്ട് വിഷമമൊക്കെ അനുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കാം. ഞാൻ എല്ലാം പറയും, ചെറിയ കാര്യമൊക്കെ വന്ന് എന്നോട് പറയും, ചെറുതാണെങ്കിലും വന്ന് പറയും ഞാൻ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ എല്ലാ കാര്യം പറയാം. ഞാൻ വളർന്ന സാഹചര്യം അങ്ങനെയാണ്. അച്ഛൻ, അമ്മ, ചേച്ചിമാര് എല്ലാവരുടെയും കൂടെ അങ്ങനെ വന്നിട്ട് എനിക്ക് എനിക്ക് തന്നെ പോയിരിക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ എന്നോട് ഞാൻ എപ്പോഴും എല്ലാ കാര്യം തുറന്നു പറയണം. അപ്പൊ കുറേ ദിവസമായിട്ട് എനിക്കിങ്ങനെ, കുറേ ദിവസമല്ല, ഒരു 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 വർഷത്തോളമായി, 1.5 വർഷമായിട്ട് ഇങ്ങനെ എന്റെ മനസ്സിൽ പറയണം, പറഞ്ഞ് അത് അതിനോട് ഇങ്ങനെ എടുക്കുന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അനുവിന്റെ സ്വഭാവത്തിന് ചിലപ്പോൾ എന്നോട് ദേഷ്യപ്പെടും. ഞാനും ഷൂട്ടിന്റെ ഇടയ്ക്ക് എനിക്കന്ന് 4 മാസമായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആയിട്ട്. അപ്പം അതിനിടയ്ക്ക് ഞാൻ എന്നോട് പറഞ്ഞില്ലായിരുന്നു, ഇങ്ങനെ വണ്ടി, ഒരു മഴയുടെ സമയത്ത് വണ്ടി ഇങ്ങനെ ചാടിയിട്ട് എനിക്കന്ന് ഞാൻ വണ്ടിയിലിരിക്കുമ്പം വണ്ടി ഇടിച്ചു. അപ്പം എനിക്ക് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ബ്ലീഡിംഗ് ഒന്നും ആയില്ല, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാണ് എന്റെ കൂടെ അഭിനയിക്കുന്ന ചേച്ചിക്ക് ഒരു വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞ് അനുവേട്ടൻ ബോണക്കാട് പോവാന്ന് പറഞ്ഞപ്പോ അനുവേട്ടൻ പറഞ്ഞു പോണ്ട, ആ റോഡ് ഭയങ്കര മോശമാണ്, അതേവിടെ നീ പോണ്ട, പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം, നമുക്ക് അജു ഒക്കെ വന്നിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ചെയ്യാൻ തോന്നുന്നു. അപ്പൊ എനിക്കത് അന്ന് എന്താണെന്ന് അറിയില്ല, ഞാൻ അന്നെന്തോ അന്നത്തെ ആ സമയത്ത് ഞാൻ എടുത്ത തീരുമാനം എന്ന് തോന്നുന്നു. അന്ന് ഞാൻ പോണം എന്ന് തന്നെ എന്റെ മനസ്സിൽ പറഞ്ഞു. അവരും എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു അവിടെ തന്നെ പോയി ചെയ്യാം. അപ്പൊ ഞാൻ ചോദിച്ചു, അനുവേട്ടൻ അറിഞ്ഞാ പോണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പൊ ഒന്നാമത് എനിക്കിങ്ങനെ എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനത്തെ പ്രശ്നം കഴിഞ്ഞിരിക്കുക ചേച്ചി, ഞാൻ സ്കാനിങ് കഴിഞ്ഞാൽ എന്താണ് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചേച്ചി അന്ന് കുഴപ്പമില്ല നമുക്ക് പോയിട്ട് വരാമെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് എന്നോട് പൊന്മുടി പോവാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നെ. അപ്പൊ എന്നോട് എന്തായാലും പോയിട്ട് വാ, പൊന്മുടി ആകുമ്പം റോഡ് വലിയ കുഴപ്പമില്ല, നീ ഇപ്പോ സേഫ് ആയിട്ട് വാന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഞങ്ങൾ പോയത് ബോണക്കാട് തന്നെയാണ്. അവിടുത്തെ റോഡ് അത്യാവശ്യം മോശമായിരുന്നു. ഈ കോംപ്ലിക്കേഷൻസ് വെച്ചിട്ടാണ് ഞാൻ അന്ന് അവിടെ പോയത്. അവിടെ പോയി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബ്ലീഡിങ് ആയി. സ്കാനിങ്ങിന് പോയി. അപ്പൊ പറഞ്ഞവര് അച്ഛനെ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ പറയാതെ ചെയ്തിട്ട് പെട്ടെന്ന് പറയുമ്പോ ഇനി എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ. പിന്നെ ഒരു 6 month അല്ലെ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഞാൻ ആ റൂമിൽ തന്നെയായിരുന്നു, പുറത്തോട്ട് പോവില്ല. ഷൂട്ട് നിർത്തി. എനിക്ക് ബാത്റൂം പോണെങ്കിലും ഒരാള് ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ഒരു 2 മാസം റെസ്റ്റ് ചെയ്തിട്ട് സ്കാൻ ചെയ്തിട്ട് നോക്കിയാലേ നമുക്കിനി പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുഞ്ഞിനെ നമുക്ക് കളയാന്ന് പറഞ്ഞു.